നമസ്കാരം. വാരണാസിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഇവിടെ വാരണാസിന്ന് രാവിലെ 5:40 ലക്നൌവിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. അതിലാണ് ഇന്നത്തെ യാത്ര. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 600 മീറ്റർ മാറിയിട്ടാണ് ഞങ്ങൾ റൂമൊക്കെ എടുത്തത്. ഇതൊരു AC റൂമായിരുന്നേ. ഇതിന് ഞങ്ങൾക്ക് ആകെ വന്ന വാടക 900 രൂപയായിരുന്നു. ഇനിയിപ്പം അധിക സമയമില്ല, നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാം. വാരണാസി റെയിൽവേ സ്റ്റേഷന്റെ മറ്റൊരു ഭാഗമാണിത്. 5:28 സമയം. ഇപ്പം നമുക്ക് പോകാനുള്ള വണ്ടീന്റെ അനൗൺസ്മെന്റ് ആണ് അവിടെ ഇപ്പൊ ഉള്ളത്. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തേക്ക് ആദ്യം പോവാം. ഇതാണ് വാരണാസി റെയിൽവേ സ്റ്റേഷന്റെ ഒരു മുൻഭാഗം. അങ്ങ് അവിടെ ഏതാ വാരണാസി എന്നൊക്കെ എഴുതി കാണാം. നമ്മുടെ വണ്ടിയിൽ നിന്ന് പുറപ്പെടുന്നത് അവസാന പ്ലാറ്റ്ഫോമിൽ നിന്നാണ്, അതായത് 9ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. വണ്ടി അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് പോവാം. വാരണാസിയിൽ നിന്ന് ലക്നൌവിലേക്ക് പോകുമ്പോൾ ട്രെയിനിന്റെ നമ്പർ 20401 ആണ്. പിന്നെ ഉത്കൃഷ്ട കോച്ചാണ്. ഇതിന് C1 കോച്ചും ഉണ്ട്, ഒരു 3rd AC ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് കയറാം. നമ്മുടെ ട്രെയിനിന്റെ അനൗൺസ്മെന്റ് തന്നെയാണിത്. സ്ലീപ്പറിന്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഇത് വളരെ പെട്ടെന്ന് എത്തുന്ന ഒരു ട്രെയിൻ കൂടിയാണ് കേട്ടോ. ഇതാണ് നമുക്കിന്ന് യാത്ര ചെയ്യാനുള്ള സ്ലീപ്പർ ക്ലാസ്. ഒറ്റ കോച്ച് മാത്രമേ ഉള്ളൂ, S1. ട്രെയിനിന്റെ അകത്ത് തിരക്കുണ്ട്. ഒരു മിഡിൽ ബെർത്ത്, ഒരു സൈഡ് അപ്പുറമാണ് ഞങ്ങളുടേത്. കയറിയേക്കാം. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 3 ആഴ്ച മുന്നേ ആണ്. ബുക്ക് ചെയ്യുന്ന സമയത്ത് RAC ആയിരുന്നു ഉണ്ടായത്. RAC ഒരു 12-13 ഉണ്ടായത്. ഞങ്ങൾ വിചാരിച്ചു RAC തന്നെ ആവുമെന്ന്. എന്താ ചാർട്ട് പ്രിപ്പയർഡ് ആയ സമയത്ത് കൺഫേം ആയി. വാരണാസിയിൽ നിന്ന് ലക്നൌവിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 235 രൂപയാണ്. അങ്ങനെ വാരണാസിയിൽ നിന്ന് ഇതാ നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടു. 2 മിനിറ്റ് വൈകിയാണ് എടുത്തത്. ഇവിടെ ട്രെയിനുകളൊക്കെ കുറവാണ്. 2 മിനിറ്റ് വൈകാൻ കാരണം എന്താ അറിയോ? വണ്ടി പുറപ്പെട്ട ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് ചെയിൻ വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി വീണ്ടും സ്റ്റോപ്പായി. അനൗൺസ്മെന്റ് അല്ലേ ഇത്? സൂര്യനൊക്കെ ഉദിച്ചു വരികയാണ്. വാരണാസി ജംഗ്ഷൻ. ഇപ്പോൾ വാരണാസിനോട് വിട പറയുകയാണ്. ഇനി പിന്നീട് ഒരിക്കൽ വരാം. TT വരുന്നുണ്ട് കേട്ടോ. ഇതില് ഒരുപാട് അൺറിസേർവ്ഡ് ടിക്കറ്റുകാരൊക്കെ കയറിയിട്ടുണ്ട്. TT ഒക്കെ ഇതാ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാനൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഒരുപാട് പേര് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും TTക്ക് പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഈ മിഡിൽ ബെർത്തൊക്കെ കിട്ടിയാൽ വളരെ വലിയ പ്രശ്നം തന്നെയാണ് കേട്ടാ. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും നമ്മുടെ ഈ ഒരു സൈഡ് അപ്പറിൽ തന്നെ ഇരിക്കാന്ന് കരുതിയാലാണ്. മിഡിലും അതുപോലെ തന്നെ ലോവറും കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് നമ്മുടെ ആ ഒരു സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. ഈ കോച്ചിൽ തന്നെ ഉണ്ടല്ലോ മൊത്തം എന്താ പറയുക, ജനറൽ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കയറുവാണ്. പക്ഷേ ഏറ്റവും ബെറ്റർ നോക്കുവാണെങ്കിൽ സൈഡ് അപ്പറും അതുപോലെ തന്നെ അപ്പർ പുറത്തും നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ മേലെ അതിക്രമിച്ചിട്ട് ആരും വരുമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ ഒരു സൈഡ് അപ്പർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 ബാഗ് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതെ. അതുപോലെ തന്നെ സൈഡിൽ ഓവറിന് താഴെ വരുന്ന സമയത്ത് എല്ലാം ഈ ഒരു ട്രെയിനിൽ RAC ആണ്. നമ്മുടെ സ്ലീപ്പർ ക്ലാസിന്റെ ഒരു കാഴ്ച ഉണ്ടായത്. ഇതിലെത്ര പേരാണതാ കയറിയെന്ന് നോക്കി. വാരണാസിയിൽ നിന്നും 282 കിലോമീറ്റർ യാത്ര ചെയ്ത് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിലെത്തിയ ഈ ഒരൊറ്റ ബെർത്തിലായിരുന്നു ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നത്. താഴെ RAC ആയിരുന്നു. ഇവിടെ ഒന്നും ഇതാ ഈ നമ്മുടെ മിഡിൽ ബെർത്തിന്റെ ഭാഗത്തേക്കൊന്നും വരാനേ പറ്റിയില്ല. മുഴുവൻ അൺറിസേർവ്ഡ് ടിക്കറ്റുകാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. നേരത്തെ അവിടുന്ന് കയറി ഒറ്റ ഇരിപ്പായിരുന്നു മുകളിൽ. ലക്നൗ. ഇവിടെ 3 ഭാഷകളിൽ പേര് എഴുതിയതൊക്കെ കാണാം. നമ്മൾ വന്ന വണ്ടി ഇതാ. ഇനിയിപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് ഒക്കെയാണ് ഇവിടുന്ന് നടക്കുന്നത്. ഇതാണ് ആ ഒരു വന്ന സ്റ്റേഷൻ. LKO എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. അവിടെ ഒരു വന്ദേ ഭാരതൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യത്തിന് വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. പിന്നെ ഇവിടെ രാവിലെ ഈ സമയത്ത് തന്നെ നല്ല ചൂട് തുടങ്ങി കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം വാരണാസിയിൽ പോയപ്പോൾ അനുഭവപ്പെട്ട ചൂട് എങ്ങനെയാണോ അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക.
ചൂട് തന്നെയാണ് മെയിൻ പ്രശ്നം. ഈ ലക്നൗ നഗരത്തിലുണ്ടല്ലോ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ലക്നൗ ചാർബാഗ് NR, ലക്നൗ ജംഗ്ഷൻ NER, അതുപോലെ തന്നെ ഐഷ്ബാഗ്, ലക്നൗ സിറ്റി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു രണ്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്തടുത്ത് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ലക്നൗ ചാർബാഗ് NR-ഉം ലക്നൗ ജംഗ്ഷൻ NER-ഉം. ഈ രണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് വ്യത്യസ്തമായ രണ്ട് സോണുകളാണ്. ഇതാണെങ്കിൽ നോർത്തേൺ റെയിൽവേയും അതാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ്. നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ലക്നൗ സിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗത്തോട്ട് മാറിയിട്ട് എന്ന ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗോമതി നഗർ എന്ന് പറഞ്ഞൊരു എന്താ പറയുക കുറച്ച് ഡെവലപ്പായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയുണ്ട്. പിന്നെ ഐഷ്ബാഗ്, നമ്മുടെ കേരളത്തിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് പോകുന്ന രപ്തിസാഗർ ആയാലും ബറോണിലേക്ക് പോകുന്ന രപ്തിസാഗറൊക്കെ ലക്നൗ ഭാഗത്തേക്ക് വരുന്നത് ഐഷ്ബാഗ് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നേരത്തെ പകർത്തിയതാണ്. നമ്മുടെ വണ്ടി വന്നത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഈ സ്റ്റേഷന്റെ കോഡ് വരുന്നത് LKO എന്നാണ്. ഞങ്ങൾ ഇവിടുന്ന് 2 ലസ്സി വാങ്ങിച്ചേ. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. നല്ല തിരക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഒരു ലസ്സി കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങാം. നമ്മളിപ്പോൾ വന്നിറങ്ങിയ ലക്നൗ ചാർബാഗ് NR സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇതാണ്. ശരിക്കും നല്ലൊരു ലുക്ക് തന്നെയാണ് ഈ ഒരു സ്റ്റേഷന്. ഒരുപാട് വർഷത്തിന്റെ പഴക്കമുണ്ട് ഈ ഒരു സ്റ്റേഷന്. അതായത് ഇവിടെ ഒരു സ്റ്റേഷൻ, അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഇതാ മറ്റൊരു സ്റ്റേഷൻ. ഇതാണ് ലക്നൗ ജംഗ്ഷൻ. ഇതൊരു എൻഡ് സ്റ്റേഷനാണ്. അതായത് ഇവിടെ നിന്നാണ് ഈ ഒരു സ്റ്റേഷൻ ആരംഭിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇതുവഴി ഒരുപാട് ട്രെയിനുകൾ കടന്നു പോകും. ഈ സ്റ്റേഷൻ ഇവിടെ അവസാനിക്കുന്ന ഒരു സ്റ്റേഷനാണ്, നമ്മുടെ മംഗളൂരു സെൻട്രലൊക്കെ പോലെ. പിന്നെ ഇവിടെ തന്നെ ഒരു പഴയ NFന്റെ ഒരു ലോക്കോമോട്ടീവൊക്കെ കാണാം. ശരിക്കും പറഞ്ഞാൽ വലിയ മനസ്സിലാക്കാൻ പ്രശ്നമൊന്നുമില്ല. 2 റെയിൽവേ സ്റ്റേഷനുകളും ഇതാ വളരെ അടുത്തടുത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോവാം. ഈ ഒരു സ്റ്റേഷൻ്റെ കുറച്ച് കാഴ്ചകൾ അവിടെ നിന്നും കാണാം. പിന്നെ ഇവിടെ മുഴുവനും ഓട്ടോ സ്റ്റാൻഡാണ്. ലക്നൗവിലെ ചാർബാഗ് മെട്രോ സ്റ്റേഷൻ അതാണ്. പിന്നെ ഇവിടെ തന്നെ ഇതുപോലുള്ള വണ്ടികളൊക്കെ ഉണ്ട്, ഷെയർ വണ്ടിയാണ്. പിന്നെ ഇവിടെ ഒരു റെയിൽ കോച്ച് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. നമ്മളിതാ ഇതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇതിലൂടെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് നമ്മുടെ കൊൽക്കത്തയിലെ ഹൗറ റെയിൽവേ സ്റ്റേഷനാണ്. അതും ഏകദേശം ഇതൊക്കെ പോലെ തന്നെയാണ്. പിന്നെ ഈ ഭാഗത്താണ് പാർക്കിംഗ് ഒക്കെ വരുന്നത്. റെയിൽവേക്ക് ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഇതാണ് സ്റ്റേഷന്റെ ഒരു മെയിൻ ഭാഗം. ഇവിടെ ലക്നൗ എന്നൊക്കെ എഴുതി കാണാം. 1923 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ പണിതത്. ആ ഒരു സമയത്ത് നോർത്ത് ഇന്ത്യയിലെ ഡൽഹി കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഇനിയിപ്പം ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ സിറ്റിന്റെ ഭാഗത്തേക്ക് പോവാണ്. കുറച്ച് പോകാനുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഊബർ ആക്കണോ നവി? ഈ ലക്നൗ നഗരം അറിയപ്പെടുന്നത് നവാബുകളുടെ നഗരം എന്നാണ്. അതായത് നവാബുകളാണ് ഇവിടെ ഭരിച്ചത്. അപ്പോൾ ഇതിന്റെ ഓൾഡ് സിറ്റി ഉണ്ട്, അതായത് ഓൾഡ് ലക്നൗ ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഒരു 5 കിലോമീറ്റർ കാണുന്നുണ്ട്. ഊബർ ഒന്ന് നോക്കാം, ചെറിയ പൈസ ആണെങ്കിൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ നമുക്ക് ഷെയർ വണ്ടിയെല്ലാം കിട്ടും. നമുക്ക് ഏതാന്ന് വെച്ചാല് അതിൽ പോവാം. ഇവിടെ ഈ സ്റ്റേഷനുകളുടെ മുൻഭാഗത്ത് തന്നെയാണ് ഒരുപാട് പേര് വന്നിട്ട് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് പോകുന്നത്. ഇവിടെ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് ചാർബാഗ് മെട്രോ സ്റ്റേഷൻ. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നടന്നതിന് ശേഷം മാത്രമേ വണ്ടി ആക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെയാണ്. മെട്രോ സ്റ്റേഷന്റെ താഴെ ഭാഗത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട റോഡുണ്ട്. ഇവിടുത്തെ ഈ സമയത്ത് തിരക്കൊന്ന് നോക്കിയേ, ഒരുപാട് ഓട്ടോകൾ തന്നെയാണ് കൂടുതലായിട്ടും. ഇവിടെ ചെറിയ ചെറിയ കടകളും ഉണ്ട്. ഇതിലൂടെ എങ്ങനെ പോകാനാണ്? എന്തൊക്കെ ആക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ. വേണ്ടതിനും വേണ്ടാത്തതിനും വെറുതെ കിടന്ന് ഫോൺ അടിക്കുക. ഇവിടുന്ന് ഒരു വണ്ടി കയറി ഓൾഡ് ലക്നൗയുടെ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. റുമി ദർവാസ എന്നൊരു ഭാഗമുണ്ട്, അവിടത്തേക്ക് ആദ്യം പോവാം. ഇവിടെ ഒരുപാട് ഈ ഒരു വണ്ടികളുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓഫീസർമാരൊക്കെ ആ വണ്ടിക്കാണ് തല്ലുന്നത്. വലിയ വടിയുണ്ട്. ഇവിടെ ഇപ്പം ബ്ലോക്ക് തന്നെയാണ്. കാരണം വണ്ടികൾ കൂടുതൽ കാരണം പോകാൻ പറ്റുന്നില്ല. കൂടുതലും ഇതുപോലുള്ള ബാറ്ററി വണ്ടികളാണ് ഈ ഒരു നോർത്ത് ഇന്ത്യയിലുള്ളത്. ഓട്ടോയിൽ പോകുന്നതിനെക്കാട്ടിയും ചീപ്പും ഇത് തന്നെയാണ്.
ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങൾ കാണുമ്പോഴും മനസ്സിലാവുന്നത് വളരെയധികം പഴക്കമുണ്ട് കേട്ടോ. ഈ ഒരു കെട്ടിടമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. പഴമ ഇന്നും നിലനിൽക്കുന്നൊരു ഭാഗം. നമുക്കൊരു കുറച്ചുകൂടെ പോകാനുണ്ട്. ഇനി ഇവിടെ വലിയ വലിയ കടകളൊന്നും തന്നെ ഇല്ല, വളരെ ചെറിയ കടകൾ മാത്രം. പിന്നെ നേരെ ഈ ഒരു സൈഡിൽ നോക്കിയാലും അതൊക്കെ പോലെ തന്നെയാണ്. നമ്മൾ സഞ്ചരിക്കുന്ന പോലത്തെ വണ്ടികൾ ഇടയ്ക്ക് ഒരുപാട് കുത്തിക്കയറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലോക്ക്. കണ്ടോ എങ്ങനെ എടുത്തു പോകാനാ. ഇവിടെ ബസ്സൊക്കെ ഉണ്ട്. ഉത്തർപ്രദേശ് പരിവാഹൻ. ചെറിയ റോഡാണല്ലോ, ഈ ബസ്സിന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അവിടെ ആ ഒരു ഇതുണ്ടല്ലോ, എടുക്കുന്നുണ്ടത്. എല്ലാ ഭാഗത്തും ബ്ലോക്ക് തന്നെയാണ്. പുറകിൽ നിന്ന് ഹോണടി തുടങ്ങി. എന്തായാലും ബ്ലോക്കാണ്, ആ ഹോണടിക്കാതെ നിന്നാ പോരെ. ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ്. എന്തായാലും ഈ തിരക്കിലൂടെ ഈ വെയിലത്ത് നടന്നൊന്നും വരാൻ പറ്റില്ല. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. കുറച്ച് പൊളിഞ്ഞ റോഡുകളാണ്, കുറച്ച് മോശം വഴിയായത്. ഇതൊരു ആംബുലൻസ് ആണ് തോന്നുന്നു. ആംബുലൻസ് തന്നെ, ആംബുലൻസ് ആയത്. ഇത് എവിടെയുണ്ട് ആംബുലൻസ്. ഇതൊക്കെ ആംബുലൻസ് ഇവിടുത്തെ. ഇതിന് വലിയ സ്പീഡില്ലല്ലോ. അതിനൊന്നും ഒരു സ്പീഡില്ല. ആ സ്പീഡില്ലാത്ത വണ്ടിയാണ് ഇവിടെ ആംബുലൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒമിനി പിന്നെയും കുഴപ്പമില്ല, ഒമിനിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയാം. മറ്റേ ടാറ്റേൻ്റെ ആ വണ്ടിക്കൊക്കെ ആംബുലൻസ് ആയിട്ട് പോയിട്ട് എപ്പോൾ എത്താനാ അതൊക്കെ. നമുക്ക് ഒരുപാട് ആംബുലൻസ് വണ്ടികളുണ്ട് ഇവിടെ. ഇനി ഇവിടുത്തെ നവാബ് കാലത്തെ കുറച്ച് നിർമ്മിതികൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഇന്നൊന്നും തന്നെ ഓപ്പൺ അല്ല. ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്. പക്ഷേ നമുക്കിതുപോലെയുള്ള റോഡ് വഴി നടന്നു പോകുമ്പോൾ അതൊക്കെ കാണാം. ഇവിടെ തന്നെ ഒരു നിർമ്മിതിയുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങ് ദൂരെയായിട്ടും നല്ലൊരു നിർമ്മിതി കാണാം. പിന്നെ ഇവിടെയൊക്കെ കുതിരവണ്ടിയും ഉണ്ട്. ഇതൊക്കെ ഈ ഒരു നഗരത്തിൻ്റെ ഭാഗത്തൂടെ തന്നെ നമുക്ക് ആക്കിയിട്ട് പോകാം കേട്ടോ. നല്ല രസമല്ലേ. വെയിലൊന്നും കൊള്ളില്ല, അതിനൊരു റൂഫൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഇവിടെ ഒരു വണ്ടിയുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഭാഗം ഇത് ഇങ്ങോട്ടാണ്. ഇതിന്ന് ഗൈഡ് വേണോ? അവനെ പിടിച്ചു. ഇത് ഓപ്പൺ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് പേരിപ്പോൾ. ഇതാണ് ആ ഒരു നിർമ്മിതി. ഇവിടെ തന്നെ ഒരുപാട് ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. ഷെയർ വണ്ടി ഇവിടുന്ന് വേണമെങ്കിൽ ആക്കി പോവാം. നടക്കാനായാലും നല്ല വഴികളാണ്. നമ്മളിപ്പോൾ കണ്ട ഒരു നിർമ്മിതിയില്ലേ, അതാണ് ബഡ ഇമാം ബാഡ. ഈ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇമാം ബാര എന്ന് പറയും. നമ്മൾ ആ ഒരു ഹിന്ദിയിൽ പറയുമ്പോൾ ബാഡ. കണ്ടോ അവിടെ ആ ഒരു അക്ഷരങ്ങൾ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് മാക്സിമം അതിൻ്റെ അകത്തേക്ക്, അതായത് ടിക്കറ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസമല്ലേ, പക്ഷെ എന്നാലും കുറച്ചും കൂടെ അകത്തേക്ക് കയറാനാവുമോ നോക്കാം. ഇന്നതിന്റെ അകത്തേക്കെല്ലാം നമുക്ക് കയറാൻ പറ്റും കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അതുപോലെ തന്നെ ഈ ബഡ ഇമാംബാര 1784 നിർമ്മിച്ചത്. ഈ ഇമാംബാര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം മതവിശ്വാസികൾ അവരുടെ മതപരമായ ചടങ്ങുകൾക്കും ഒത്തുകൂടലിനും വേണ്ടിയിട്ട് കൂടിച്ചേരുന്ന ആ ഒരു കെട്ടിടത്തിനെയാണ്.
ഇതിപ്പോൾ ബഡ ഇമാംബാര എന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം നമ്മളിപ്പോൾ റുമി ദർവാസ, അതായത് വലിയൊരു ഗേറ്റ് വഴി കടന്നു പോകും. എന്നിട്ട് നേരെ പോകുന്നത് ചോട്ട ഇമാംബാരയും അതുകൂടി തന്നെ ഉണ്ട്. ബഡായി ഇമാംബാരയുടെ തൊട്ട് ഇവിടെ തന്നെയാണ് റുമി ദർവാസ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ ടർക്കിഷ് ഗേറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. 1784 ഇത് പണിതത്. പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള വണ്ടിയെല്ലാം വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതുവഴി ആദ്യം നടക്കാം. ഇതിൻ്റെ അകത്തേക്ക് വണ്ടികൾക്കൊന്നും പ്രവേശിക്കാൻ വേണ്ടി പറ്റില്ല. റുമി ദർവാസയുടെ നല്ലൊരു കാഴ്ച ഇവിടെ നിന്നാണ് കാണാനായി സാധിക്കുന്നത്. അതിൻ്റെ അകത്ത് പോകുമ്പം അധികം നമുക്ക് ആ ഒരു നോക്കാനായാലും ബുദ്ധിമുട്ടാണല്ലോ. ഈ സമയത്ത് ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ്, കാരണം ഈ ഒരു ചൂട് കാരണം തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നടക്കാം. ഈ വെയിലത്ത് നടന്നു പോകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇവിടുന്ന് ഓരോരോ റിക്ഷക്കാർ വന്നിട്ടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ 200-250 രൂപ തന്നു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഈ ഭാഗത്ത് കൂടുതലുള്ളത് മുസ്ലിം മതവിശ്വാസികളാണ്. ഇവിടെ കാണേണ്ട മുസ്ലിം മോണ്യുമെന്റ്സിൻ്റെ ഒക്കെ പേര് ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് കാണാം. ഉറുദുവിൽ വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ അടുത്തൊരു ഭാഗം വരുന്നത് ഇത് ഈ ഒരു ഭാഗത്തേക്കാണ്. നമ്മളിനി നേരെ പോകുന്നത് ചോട്ട ഇമാംബാരയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയായാലും അടിപൊളിയാണ്. ഇവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയ മരങ്ങളുള്ളത് കൊണ്ട് ജസ്റ്റ് ഒരു ആശ്വാസമുണ്ട്, ചെറിയൊരു തണലുണ്ട്. പിന്നെ നടന്നു പോകാനായാലും നല്ല വഴികളൊക്കെ തന്നെയാണ്. ഇത് ലക്നൗയുടെ ഒരു ഭാഗം മാത്രമാണ്. ഈ ലക്നൗയുടെ മറ്റൊരു ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. അതായത് മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഇതുപോലെയുള്ള ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ജ്യൂസോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് വാങ്ങാം. നവി, ഇതൊന്ന് ട്രൈ ചെയ്താലോ? ദാഹിക്കുന്നില്ലേ? വെള്ളം വേണ്ടത്, ജ്യൂസാ വേണ്ടത്, എന്താ വേണ്ടത്? ഇതാ ഇവിടെ നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇവിടുന്ന് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇത് എടുക്കാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? മിനറൽ വാട്ടർ ഒരെണ്ണം എടുക്കാം. അതെടുക്കാതെയോ? 2 ബദാമും എടുക്കാം അല്ലേ? അതെ. എങ്ങനെ ചാർജ്? കാര്യം ചെയ്യാം, ആദ്യം വെള്ളം ഓർഡർ ചെയ്യാം, എന്നിട്ട് അത് കിട്ടുമോ നോക്കാനാ. അതെ. ഇവിടെ ഇതിന്റെ QR വന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ QR നമുക്ക് സ്കാൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 8 രൂപയുള്ളൂ കേട്ടോ. 8 രൂപ? വെള്ളത്തിന് 8 രൂപയില്ല. എനിക്ക് തോന്നുന്നു 500 ഉണ്ടാവും തോന്നില്ല. ഞാനിത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വരേണ്ടതല്ലേ? കുഞ്ഞ് ബോട്ടിലായിരിക്കുവാ? നമ്മൾ ഓർഡർ ചെയ്ത വെള്ളം ഇതാ കെട്ടിരിക്കുകയാണ്. ചെറിയതാണല്ലേ? 500 ml ആണ്ടാ. 8 രൂപയെ വെള്ളത്തിനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ലാഭാ. ക്ലോക്ക് ടവർ ആണിത്. ഇപ്പൊ 12:05 കഴിഞ്ഞു. ഈ ലക്നൌവിൽ ഒരുപാട് നോൺ വെജ് ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒന്നാണ് ബിരിയാണി. ബിരിയാണിയിൽ പറയുമ്പം ചിക്കൻ ബിരിയാണി അടിപൊളിയാണ്. പിന്നെ ഇവിടേക്ക് ഇതാ ബിരിയാണീൻ്റെ ഷോപ്പുകളാണ്. മൊറാദാബാദി ബിരിയാണി അതൊക്കെ ഫേമസ് ആണ്. ഇവിടെ 2 ചെമ്പുകൾ കാണുന്നില്ലേ? ഒന്ന് ചിക്കൻ ബിരിയാണി, മറ്റൊന്ന് മട്ടൻ ബിരിയാണി ആകാം. ഞങ്ങൾ എന്തായാലും ഒരു ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ച് പോയതിന് ശേഷം നല്ലൊരു ഷോപ്പ് നോക്കി കഴിക്കാം. ഇവിടെ ഒരുപാട് പടവുകളൊക്കെ ചേർന്ന ഒരു വലിയൊരു കുളം കാണാം. അതിൻ്റെ പുറകിൽ തന്നെ മറ്റൊരു നിർമ്മിതി കൂടിയുണ്ട്. ഈ കുളത്തിൻ്റെ ഇവിടെ തന്നെ ഒരു വലിയ ബോർഡൊക്കെ ഉണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റം കൂടിയാണ് കബാബ്. ഒരുപാട് വെറൈറ്റി കബാബുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഇതാ ഈ ഭാഗത്ത് ഒരുപാട് ഷോപ്പുകൾ തന്നെയാണ്. അതായത് ചെറിയ തട്ടുകടയെ പോലെ ചെമ്പൊക്കെ വെച്ചിതാ അവിടെ ബിരിയാണി. ഈ ഭാഗത്ത് മുഴുവനും ബിരിയാണി കിട്ടുന്ന തന്നെയാണ്. ഇവിടെ ഒരു കവാടമുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഇമാംബാര വരുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക്. നമുക്കിതിലൂടെ നടക്കാം. ഇവിടെ എത്തുമ്പോൾ എന്തൊരു സുഖം. ഇനി അവിടെയാണ് എത്തേണ്ടത്. ഈ ഭാഗത്ത് മുഴുവനും ഓരോരോ നിർമ്മിതികൾ തന്നെയാണ്. ഇതിനൊക്കെ വളരെയധികം പഴക്കം തോന്നിക്കുക. ഇവിടെയാണ് ചോട്ട ഇമാംബാര സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അകത്തേക്ക് കയറുന്ന ഇവിടെ തന്നെയാണ് ഒരു കവാടൊക്കെ ഉള്ളത്.
അവിടെയും നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ലല്ലോ. പിന്നെ ഇതിൻ്റെ പുറത്തായാലും ഒരുപാട് ചെറിയ കോഫി ഷോപ്പുകളൊക്കെ കാണാം. അതൊന്നും ഓപ്പൺ അല്ല. പിന്നെ ഉച്ച ഇപ്പോൾ 12 കാലമായല്ലോ, ബാങ്ക് വിളിക്കുന്നത് കേൾക്കാം. ഞങ്ങൾ മാക്സിമം ഇനി ഇവിടെ വരെ നടക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകണമെങ്കിൽ വണ്ടി ആക്കിയിട്ട് പോവാം. ഇനി നടക്കാൻ പറ്റില്ല, അത്രയും വെയിലായി. ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. ലക്നൌവിലെ ഹുസൈനാബാദ് എന്ന സ്ഥലമാണിത്. ഇവിടെ ഒരുപാട് ബോർഡുകളൊക്കെ കാണുന്നില്ലേ, നവാബി ചസ്ക, നവാബി ഫ്രൈഡ് ചിക്കൻ, നവാബി ക്രഞ്ചി ചിക്കൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. ഇതൊക്കെ കൂടുതൽ ആക്റ്റീവ് ആവുക രാത്രിയിലാണ്. ഇതൊരു റെസ്റ്റോറൻ്റാണ്. പിന്നെ ഇതിൻ്റെ താഴെ തന്നെ കണ്ടില്ല, ഇതാ ഒരുപാട് മറ്റ് കടകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ക്ലോസ് ആണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു വണ്ടി കയറിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത്. നമ്മൾ അവിടെ നിന്നൊക്കെ ഒരു വണ്ടി കയറി ഇപ്പോൾ ചാർബാഗിൻ്റെ അടുത്തെത്തിയേ. ഇതൊരു മാർക്കറ്റാണ്. ഇവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. കൂടുതലും മൊബൈൽ ഷോപ്പുകളാണ് രണ്ട് ഭാഗത്തും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി ഞങ്ങൾ പോവുകയാണ്. ഇവിടെ ചാർബാഗിൻ്റെ അടുത്ത് തന്നെ ഒരു മഹാരാജ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിവിടെ സ്ഥാപിതമായത് 1951 പിന്നെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ഒരുപാട് ബിരിയാണികൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ലക്നൗ ബിരിയാണി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ റൈസൊക്കെ വരുന്നത് ഇങ്ങനെയാണ്, കുറച്ചൊരു മസാല ടൈപ്പിലാണ്. പിന്നെ ഇതിൻ്റെ പീസൊക്കെ ഉണ്ട്. 2 പീസാണ് ഒരു ബിരിയാണീൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സവാളയുണ്ട്, ഒരു ചട്നി ഉണ്ട്. പിന്നെ ഇതാ നവി ഓൾറെഡി അവിടുന്ന് കഴിച്ച് തുടങ്ങി. ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഹോട്ടലിലേക്ക് കയറി പോയത്. പക്ഷെ ഞങ്ങൾക്ക് ആ ബിരിയാണി ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ. കുറച്ച് കഴിച്ചു, അത് അവിടെ തന്നെ വെച്ചു. ചിക്കൻ്റെ പീസൊന്നും കഴിച്ചേ ഇല്ല. ഇനി ഞങ്ങൾ ഓൺലൈൻ വഴി കൂടി ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാം സെയിം ആണോ എന്ന് ജസ്റ്റ് നോക്കണമല്ലോ. എന്തായാലും ഫസ്റ്റ് തന്നെ നോക്കിയത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളിനി നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ്. ഞങ്ങൾ അവിടെ ഓൾറെഡി റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഡോർമെട്രി. അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് നടന്നു പോകാം. ഇവിടുന്ന് വളരെ അടുത്താണ്. പിന്നെ ഇവിടെ ഇതാ പച്ചക്കറികളൊക്കെ ഉണ്ട്, കക്കിരി. പിന്നെ ഇവിടെ ഡ്രസ്സുകൾ. പിന്നെ ഞങ്ങൾ ഒരുപാട് ഹോട്ടലുകൾ നോക്കിയിട്ടുണ്ടായിരുന്നേ. അതിൽ പിന്നെയും കുറച്ചെങ്കിലും ഒരു വൃത്തി തോന്നിച്ച ഒരു ഹോട്ടൽ അതായിരുന്നു, ഒരു റെസ്റ്റോറൻ്റ് അതായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് അവിടെ തന്നെ കയറി പോയത്. ഇനിയിപ്പോൾ ഞങ്ങൾ കയറിയ കട തെറ്റിപ്പോയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒരുപാട് മറ്റ് കടകളും ഉണ്ട്. എന്തായാലും ഇവിടെ ലക്നൗവിൽ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യൂ. ഞങ്ങളിനിപ്പോൾ വീണ്ടും ഒരിക്കൽ വരുവാണെങ്കിൽ അവിടത്തേക്ക് പോവാം. ഇവിടുന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരു സമയമാകും. ഇതിൻ്റെ ഇടയിലൂടെ പോകാനാണ് ബുദ്ധിമുട്ട്. ചാർബാഗ് മെട്രോ സ്റ്റേഷൻ. ഈ ഭാഗത്തിന് ചാർബാഗ് എന്ന് പറയാനുള്ള കാരണം, ഈ ചാർബാഗ് എന്ന് പറയുന്നത് തോട്ടങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ മുന്നേ 4 തോട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ നേരത്തെ ട്രെയിൻ ഇറങ്ങിയത് ആ ഒരു സ്റ്റേഷനിലാണല്ലോ. ഇനിയിപ്പം ഞങ്ങൾ പോകുന്നത് ഇവിടത്തേക്കാണ്, ലക്നൗ ജംഗ്ഷൻ NER. ഇവിടെയാണ് ഞങ്ങൾ ഡോർമെട്രി ബുക്ക് ചെയ്തത്. പിന്നെ സമയം കളയണ്ട, 1 മണിക്കാണ് ബുക്ക് ചെയ്തത്. ഇപ്പോൾ 1:15 കഴിഞ്ഞു. പെട്ടെന്ന് കയറിയേക്കാം. സ്റ്റേഷനിലേക്ക് കയറി വന്നത് ഇതിലൂടെയാണ്. ഇവിടെ നിന്നാണ് ഈ സ്റ്റേഷൻ ആരംഭിക്കുന്നത്, കണ്ടില്ലേ? അതായത് നമ്മുടെ MGR, ചെന്നൈ സെൻട്രൽ, മുംബൈ CSMT അതൊക്കെ പോലെ തന്നെയാണ്. ഇതാണ് 6ാം നമ്പർ പ്ലാറ്റ്ഫോം. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരുപാട് ട്രെയിനുകളൊക്കെ തന്നെ കാണാം. ഇനിയിപ്പം നമ്മുടെ ഡോർമെട്രിയൊക്കെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. പിന്നെ ഇവിടെ ഒരു വെള്ളത്തിലൊരു ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെയാണ് റിട്ടയറിംഗ് റൂമിൻ്റെയും ഡോർമെട്രീൻ്റെ ഒക്കെ റിസപ്ഷൻ വരുന്നത്. ഇതാണ് ഞങ്ങളെടുത്ത ഡോർമെട്രി. ഇവിടെ ക്യാബിൻ ടൈപ്പിലാണ് ഡോർമെട്രീസ് ഒക്കെ വരുന്നത്. D10 D11 ആണ് ഞങ്ങളുടെ ക്യാബിനുകൾ. അതിൽ D11ലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സിംഗിൾ ബെഡാണ് ഇവിടെ കാണുന്നത്. ഒരു പില്ലോ ഉണ്ട്, പുതക്കാനുള്ളൊരു പുതപ്പുണ്ട്. ഇവിടെ വലിയൊരു മിറർ ഉണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു ടേബിളുണ്ട്. പിന്നെ ഡോറൊക്കെ നമുക്കിവിടെ ലോക്ക് ചെയ്യാനുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രൈവസി എന്നൊക്കെ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു പകലൊക്കെ വേണമെങ്കിൽ നമുക്ക്
കിടന്നുറങ്ങാം. പിന്നെ ബഡ്ജറ്റായിട്ട് നോക്കുന്നവർക്ക് പറ്റിയ തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ കീയും കൂടെ കിട്ടും കേട്ടോ. ഇപ്പോൾ നമുക്ക് പൂട്ടിയിട്ട് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ ഉപകാരമാണ്. 9 മണിക്കൂർ നേരത്തേക്കാണ് ഈ ഡോർമെട്രി ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഒരു ക്യാബിന് 300 രൂപയാണ് ആയത്. നോർത്ത് ഇന്ത്യയിലത്തെ പല റെയിൽവേ സ്റ്റേഷനുകളിൽ പോയാലും ഡോർമെട്രി ബുക്ക് ചെയ്താൽ നമുക്ക് കിട്ടുക ഒരു വലിയൊരു ഹാളിൽ കുറച്ച് ബെഡൊക്കെ വിരിച്ചു വയ്ക്കുന്ന ഒരു സെറ്റപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഡോർമെട്രി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആവണം. കുറച്ചെങ്കിലും ഒരു പ്രൈവസി ഉണ്ടല്ലോ. പ്രൈവസി എന്ന് ഞാൻ പറഞ്ഞത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് ഡോർമെട്രിയിൽ രാത്രി വരെ കടന്നുറങ്ങിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് UPന്റെ ക്യാപിറ്റലായ ലക്നൌവിന്റെ കുറച്ച് കാഴ്ചകളാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചൂട് സമയമായതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറത്തേക്കൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും ഞങ്ങൾക്ക് പറ്റുന്ന പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ടല്ലോ ഈ ഒരു UPന്റെ എവിടെയായാലും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ട് കുറച്ച് ആൾക്കാർ, എല്ലാവരും അല്ല, കുറെ ആൾക്കാർ അതിനെ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഭയങ്കര നെഗറ്റീവ് കമന്റുകളൊക്കെ വരും. ഞങ്ങളതൊന്നും നോക്കാറില്ല. ആളുകൾ പലതും പറയട്ടെ. നമ്മുടെ ആ ഒരു ചിന്താഗതി അങ്ങനെയാണല്ലോ. ഇനിയിപ്പോ എന്ന് പറഞ്ഞാല് 9 മണിക്കൂർ നമ്മളിപ്പോ ഇവിടെ എടുത്തിട്ടുണ്ട്. രാത്രി 10 മണിക്കാണ് ഇനി ഞങ്ങൾക്കുള്ള ട്രെയിൻ ഉള്ളത് ഇവിടുന്ന്. അതെ, നേരെ ഡൽഹിയിലേക്ക് പോകുന്ന മെയിലാണ് കേട്ടോ. അപ്പൊ അതിന്റെ അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതിന് മുന്നേ തന്നെ നമ്മളൊരു വേറൊരു സ്ഥലത്തേക്കും കൂടെ പോകുന്നുണ്ടല്ലേ നവി? അത് മിക്കവാറും ഈ ഒരു എന്താ പറയുക ചൂട് കുറയട്ടെ ഒരു 5 മണിയാവണം അതിന്. ആ സമയത്ത് തന്നെ നമ്മൾ പോകും. അതെന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യും എവിടത്തേക്കാണെന്ന്. ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ബൈ.